പുരണ്ട തൂവാല കൊണ്ടുപോയിട്ട് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ CPM നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഈ വിചാരണ വേളയിൽ ഈ തൂവാല കാണാതെയായിരിക്കുന്നു. എലി കരണ്ടു എന്നാണ് പറയുന്നത്. എലി കരണ്ടു എന്ന് പറഞ്ഞാൽ ആ തൂവാലയുടെ ഒരു 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 നൂല് പോലും ബാക്കിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വലിയ വിചിത്രമായ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ മന്ത്രിയായിരുന്ന ആന്റണി രാജു തൊണ്ടി മുതലായ ഷഡ്ഡി കട്ടതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെയാണ് തൂവാല നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒന്നാം പ്രതി ആരാണ് ഈ ഫസൽ വധക്കേസിലെ ഒന്നാം പ്രതി തലശ്ശേരിയിൽ നിന്നുള്ള MLA ആയിട്ടുള്ള കാരായി രാജൻ. ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സഹതാപം തോന്നുന്നത് കേരളത്തിലെ SDPIക്കാരോടാണ്, സുഡാപ്പികളോടാണ്. ഇവരുടെ ഒരു ഗതികേട് നോക്കണേ. കൂട്ടത്തിൽ ഒരുത്തനെ വെട്ടി നുറുക്കിയിട്ട് അതേ വെട്ടി നുറുക്കിയ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച് അവർക്ക് വേണ്ടി പണിയെടുത്ത് അവർക്ക് വേണ്ടി വോട്ട് പിടിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി CPMൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി പണിയെടുത്ത SDPIക്കാരൻ അറിയുന്നില്ല ഫസലിൻ്റെ കൊലപാതകത്തിൽ ഏറ്റവും വലിയ നിർണായക തെളിവായി മാറേണ്ട തൂവാല ഓൾറെഡി അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അത് കളവ് പോയിരിക്കുന്നു, അത് കട്ടെടുത്ത് നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് SDPIക്കാരൻ അറിയുന്നില്ല. ഇതൊന്നും അറിയാതെയാണ് SDPIക്കാരൻ ഈ തെരഞ്ഞെടുപ്പിൽ CPMന് വേണ്ടി വോട്ട് പിടിച്ചത്, പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ല് മുറിയെ പണിയെടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവറ്റകളുടെ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഫസല് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിരുന്നു എന്ന് മാത്രമല്ല, ഫസല് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന് തൻ്റെ കുടുംബവും തൻ്റെ മകളും കിടന്നുറങ്ങുമ്പോൾ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കാതെ എല്ലാ ദിവസവും രാവിലെ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? SDPIയുടെ ദിനപത്രമായിരുന്ന തേജസ് ദിനപത്രം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഫസൽ ഇറങ്ങിപ്പോയിരുന്നത്. ആ പത്രം വിതരണം ചെയ്യാൻ ഇറങ്ങിപ്പോയ ഫസലിനെയാണ് കാരായി രാജനും സംഘവും CPMൻ്റെ ക്രിമിനൽ ഗുണ്ടാ സംഘം വെട്ടി വീഴ്ത്തിയിട്ട് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഫസലിൻ്റെ രക്തം പുരണ്ട തൂവാല കൊണ്ടുപോയിട്ട് മറ്റൊരിടത്ത് കൊണ്ടുപോയിട്ടു. അപ്പം അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് ഈ കൊലപാതകം, ഈ നെയ്യപ്പം കഴിച്ചാൽ 2 ഗുണം എന്ന് പറഞ്ഞതുപോലെ വയറും നിറയും